നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. കിഴുപ്പള്ളിക്കര ജനകീയ സമിതി ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധ റാലി നടത്തി. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് സുരേഷ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. കിഴുപ്പള്ളിക്കര സെൻട്രലിൽ നടന്ന പൊതുയോഗം തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സി സുനു ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമിതി ചെയർമാൻ പി ബി അനിൽ അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സീന അനിൽകുമാർ, സീനത്ത് മുഹമ്മദ് അലി, പഞ്ചായത്ത് അംഗങ്ങളായ മിനി ജോസ്, സി എൽ ജോയ്, ഷൈനി ബാലകൃഷ്ണൻ, സതി ജയചന്ദ്രൻ, ചേർപ്പ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ അശ്വിൻകുമാർ, ജനകീയ സമിതി കൺവീനർ ടി വി ദീപു എന്നിവർ പ്രസംഗിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത റാലി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ലഹരി സംഘങ്ങളെ പ്രതിരോധിക്കാൻ അടിയന്തര നടപടികളുണ്ടാകുമെന്നും കിഴുപ്പള്ളിക്കരയിൽ നിരന്തരമായി എക്സൈസ് പട്രോളിംഗ് ഉണ്ടാകുമെന്നും എക്സൈസ് കമ്മീഷണർ അറിയിച്ചു. ലഹരി മാഫിയകളെ തുരത്താനുള്ള ജനകീയ മുന്നേറ്റത്തിന് എല്ലാ പിന്തുണയും എക്സൈസ് വകുപ്പിൽ നിന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ജലോത്സവങ്ങളിൽ പ്രധാനപ്പെട്ടതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ കണ്ടശങ്കടവ് ജലോത്സവം ഈ വർഷം നടത്താൻ കഴിയാത്തത് പഞ്ചായത്ത് ഭരണസമിതിയുടെ വീഴ്ചയാണെന്ന് LDF അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ ആരോപിച്ചു. ജലോത്സവം നടത്താൻ ഭരണസമിതി തയ്യാറാകണമെന്നും LDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള കണ്ടശങ്കടവ് ജലോത്സവം എല്ലാ വർഷവും 2 ഓണനാളിലാണ് സംഘടിപ്പിച്ചു വരുന്നത്. ഭരണസമിതി അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ, ഷാനി അനിൽകുമാർ, ഷേർലി റാഫി, ബിന്ദു സതീഷ്, സിമി പ്രദീപ്, സിജു പച്ചാമ്പുള്ളി എന്നിവരാണ് പ്രതിഷേധിച്ചത്. നാട്യ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ SSLC +2 ക്ലാസുകളിൽ നിന്നും വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും അനുമോദനവും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണക്കോടി വിതരണവും നടന്നു. നാട്ടിക ശ്രീനാരായണ മന്ദിരത്തിലെ മിനി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് BJP മേഖലാ സെക്രട്ടറിയും സ്റ്റാൻഡിംഗ് കൗൺസിലറുമായ രവികുമാർ ഉപ്പത്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം സുരേഷ് ഇയാനി അധ്യക്ഷനായി. ഗോപകുമാർ ചെമ്പിപ്പറമ്പിൽ, അജയകുമാർ തോട്ടുപുര, BJP മണ്ഡല സെക്രട്ടറി AK ചന്ദ്രശേഖരൻ, BJP പഞ്ചായത്ത് പ്രസിഡന്റ് PV സെന്തിൽകുമാർ, NTSP യോഗം സെക്രട്ടറി സുഹാസ് ചെമ്പിപ്പറമ്പിൽ, ജയപ്രകാശ് വാളക്കടവിൽ, ജഗന്നിവാസൻ എരഞ്ഞെഴുത്ത്, ശങ്കരനാരായണൻ വേദോട്ടിൽ എന്നിവർ സംസാരിച്ചു. BJP നാട്ടിക പഞ്ചായത്ത് കൺവെൻഷനും മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടത്തി. യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് അഖിലേഷ് ടി ബാലകൃഷ്ണന് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് BJP മേഖലാ ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ ധീവര വിഭാഗത്തിൽ 3-ാം റാങ്ക് നേടിയ പുളിക്കൽ ജോഷിയുടെ മകൾ ജിൽസ്ന ജോഷി ഉൾപ്പെടെ കലാകായിക രംഗങ്ങളിൽ സമ്മാനാർഹരായ പ്രതിഭകളെ യോഗത്തിൽ ആദരിച്ചു. നിർധനരായ അമ്മമാർക്ക് ഓണപ്പുടവയും നൽകി. BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ യോഗത്തിൽ പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് PV സെന്തിൽകുമാർ, ജനറൽ സെക്രട്ടറി ശ്രീകുട്ടൻ പാടത്തിപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റുമാർ സുജിത് കൊച്ചുരാമൻ, സിജിത് കരുവത്ത്, സെക്രട്ടറിമാർ ജയരാമൻ വളവത്ത്, സിദ്ധാർത്ഥൻ ആലപ്പുഴ എന്നിവരാണ് ഭാരവാഹികൾ. BJP പഞ്ചായത്ത് പ്രസിഡന്റ് സജിനി ഉണ്ണിയാരംപുരയ്ക്കലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി സുധീർ കാഞ്ഞിരപ്പറമ്പിൽ, NS ഉണ്ണിമോൻ, BJP മണ്ഡലം പ്രസിഡന്റ് AP ഹരീഷ് മാസ്റ്റർ, ജനറൽ സെക്രട്ടറി AK ചന്ദ്രശേഖരൻ, വാർഡ് മെമ്പർമാരായ സുരേഷ് ഇയാനി, ഗ്രീഷ്മ സുഖിലേഷ്, PK ബേബി, ദയാനന്ദൻ നേറാട്ട്, അംബിക ടീച്ചർ, ഷാജി പുളിക്കൽ എന്നിവർ സംസാരിച്ചു. നെഹ്റു സ്റ്റഡി സെൻറ്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയും ശ്രീധരിയും ആയുർവേദിക് ഐ ഹോസ്പിറ്റലും സംയുക്തമായി സെറാഫിക് ഗേൾസ് ഹൈസ്കൂളിൽ സൗജന്യ ആയുർവേദ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നെഹ്റു സ്റ്റഡി സെൻറ്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ അധ്യക്ഷനായി. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് സുരേഷ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ മീന സുനിൽ, സ്റ്റഡി സെൻറ്റർ കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, ശ്രീധരയും ആയുർവേദ ഹോസ്പിറ്റൽ ഡോക്ടർമാരായ ഡോക്ടർ നീബ രാജു, ഡോക്ടർ അർച്ചന, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ CT ജോസ് എന്നിവർ പ്രസംഗിച്ചു. സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, TM അശോകൻ, ഗീതാദാസ്, ഹരിദാസ് ചെമ്മാപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. ദീർഘകാലം വാടാനപ്പള്ളി തെക്കേ മഹല്ല് പ്രസിഡന്റായിരുന്ന വാടാനപ്പള്ളി സെൻറ്ററിന് സമീപം താമസിക്കുന്ന അറക്കുവീട്ടിൽ മുഹമ്മദ് അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ഭാര്യ ആമിനു, സഫിയ, കബീർ, റഫീഖ്, അഹമ്മദ് ജാബിർ എന്നിവർ മക്കളാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.